ഹലോ ഹാഡിയേഴ്സ് സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ. എൻ്റെ ഹസ്ബൻഡിന് അതുപോലെ തന്നെ ഞാനും ഡൽഹി ചെമ്പ് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് സാധനമുണ്ട്, പാനിപ്പൂരി. അപ്പോൾ പാനിപ്പൂരി ഞാൻ ഇതിൻ്റെ ബോൾസ് നമ്മൾ റിലയൻസിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റ് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്ത് കിട്ടും. ഇതിന് സിമ്പിൾ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നത്, നമുക്ക് ഇൻസ്റ്റൻറ്റ് വാങ്ങിക്കുമ്പോൾ ഓൾറെഡി മധുരമുള്ളത് നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, നാച്ചുറലായിട്ട് വീട്ടിൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഉണ്ടാക്കിയിരുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ 3-4 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. വേവിച്ചിട്ട് അതിലേക്ക് സവോള, മല്ലിയില, കുറച്ച് ഉപ്പ്, പിന്നെ പച്ചമുളക് ഇഷ്ടമുള്ളവരാണ്, കുട്ടികളുണ്ടെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഉടച്ച് വെക്കുക, ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പാനിപ്പൂരിയുടെ. കട്ട ഇത് മീട്ട. അപ്പോൾ കട്ട എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് എരിവും പുളിയും അങ്ങനെ ചേർന്നൊരു ഫ്ലേവറാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് നമ്മൾ ഒറ്റ സിമ്പിളായിട്ട് 2 പാനിപ്പൂരി പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാനി റെഡിയാക്കാനായിട്ട് നമ്മൾ കുറച്ച് പുതിനയില, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് അരിക്കേണ്ടവർക്ക് അരിക്കാം, ഇങ്ങനെ ഫൈൻ പേസ്റ്റ് ആണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് സവോള അരിഞ്ഞ് ചോപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടാം, കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്ത് ഇതിനകത്ത് ഇടാം. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ ജീരകം വറുത്ത് പൊടിച്ചത് ജസ്റ്റ് ഗാർണിഷ് പോലെ ചെയ്തിട്ട് മിക്സ് ആക്കുക. ആ ഉപ്പിൻ്റെ അളവ് നോക്കുക. എരിവ് കുറച്ച് അധികമാണെങ്കിൽ കുറച്ച് നമുക്ക് ശർക്കരപ്പൊടി നമുക്കിടാം. അതുപോലെ തന്നെ രണ്ടാമത്തെ വരുന്നത് നമ്മുടെ മീട്ട, മധുരത്തിൻ്റെ എങ്ങനെ റെഡിയാക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പുളി പിഴിഞ്ഞെടുക്കണം. വാളംപുളി ശ്രദ്ധിക്കുക, വാളംപുളി നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര പൊടിയോ ശർക്കര നമ്മൾ ഉരുക്കിയതോ അതിലേക്ക് ഒഴിക്കുക ആവശ്യാനുസരണം. എന്നിട്ട് അതിലേക്ക് ഇതിൽ തന്നെ ഇട്ടേക്കുന്ന നമ്മൾ സവോള, മല്ലിയില, അതുപോലെ തന്നെ വറുത്ത ജീരകപ്പൊടി കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ കുറച്ച് ഈ മധുരം കുറച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീഠാപ്പാനി റെഡിയാണ്. അതാണ് കട്ട മീഠാപ്പാനി. എനിക്കും എൻ്റെ പിള്ളേർക്കും പേഴ്സണൽ ഫേവറേറ്റ് മീഠാപ്പാനി കേട്ടോ. കുറച്ച് മധുരമുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കട്ടയും അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെ കഴിക്കണേന്നുള്ളത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ആദ്യം നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് നമ്മൾ ഇതിനെ പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഫില്ലിങ്, നമ്മൾ കടയിൽ നിന്ന് ഇത്ര ഫില്ലിങ് ഇടില്ല കേട്ടോ, ചെറുതായിട്ട് ഫില്ലിങ് ഉണ്ടോ. ഇതൊക്കെ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ വളരെ വിജയകരമായിട്ട് അവിടെ ഓടുന്നൊരു ബിസിനസ്സാണ് കേട്ടോ, നമ്മുടെ ഡൽഹി നോർത്ത് സൈഡിലൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മീഠാപ്പാനിയാണ് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. ഇതിലേക്ക് ഫില്ല് ചെയ്യുക, ദെൻ നമ്മൾ ഇത് കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ ബൈ, സീ യു, ലവ് യു ഓൾ, ബൈ.